സിവിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 5 ഹെഡ്ലൈൻസ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ SM ടോക്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിന്റെ വേക്കൻസി ഡെയിലി നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്മാർട്ട് മൂവ്സ് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ സിവികൾ അയക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ CV എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ സ്മാർട്ട് മൂവ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ജോബ് സീക്കറെ സംബന്ധിച്ചും അത്യാവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഈ ഡോക്യുമെന്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട 5 ഹെഡ്ലൈൻസ് ഇതാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള സീരീസ് ആണ് SM ടോക്സിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടി അതിന്റെ ഒത്തിരി ക്ലാരിറ്റി അല്ലെങ്കിൽ എന്റെ യുണീക്നെസ്സിനെ അല്ലെങ്കിൽ ഞാൻ ജോലി നോക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലാണ് അത് എത്രയും പെട്ടെന്ന് ഇംപ്രസീവ് ആയി HR അത് ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയേഴ്സ് അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എത്രമാത്രം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. കാരണം പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ലാൻഡ് ഫോൺ നമ്പറുകൾ മാറ്റാതെ അയക്കുന്നവർ എപ്പോഴും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുള്ള 2 നമ്പറിൽ 1 നമ്പർ യൂസ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ മറ്റാരെങ്കിലും ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ പകരം നിങ്ങളെ, അതായത് ആരാണോ ജോലി നോക്കുന്നത് ആ വ്യക്തിയിലേക്ക് തന്നെ ഫോൺ കോളുകൾ എത്തുന്ന രീതിയിലുള്ള കോൺടാക്ട് നമ്പർ, അതുപോലെ തന്നെ മെയിൽ ID, അതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷനിലുള്ള ക്ലാരിറ്റി, അതായത് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്. ചിലവർ ഓൾറെഡി വർക്കിന്റെ ഭാഗമായിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു അഡ്രസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സിവിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി അടുത്തൊരു ഹെഡ്ലൈനിൽ വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ജോബ് എന്നാണ്. അതായത് ഓരോരുത്തരും ജോലി അന്വേഷിക്കുന്നതിന്റെ റീസൺസ് പലതായിരിക്കും. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നല്ലൊരു വാചകമായി നല്ലൊരു സെന്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും എംപ്ലോയറിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരികയാണ്. ഇതാണ് ഈ ഒരാളെ ജോലിക്ക് എടുക്കുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് ആ ഒരു സ്ഥാപനത്തിലേക്ക് കൂടെ ആവശ്യമാണെങ്കിൽ എംപ്ലോയ്മെന്റ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ എയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട, അതായത് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, അത് ചിലവർക്ക് ക്വാളിഫിക്കേഷൻ വൈസ് ആയിരിക്കും, അതല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ട് ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര പ്രോജക്ട്സുകൾ ഇത്ര പേരെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കാം. അല്ലെങ്കിൽ അബ്രോഡ് പോയിട്ടുള്ള എക്സ്പോഷർ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവിടെ ഇന്ന സ്ഥാപനങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലായിരുന്നു എന്നതൊക്കെ നിങ്ങൾ ഇവിടെ ജോലി നോക്കുന്ന സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്രയും ഡീറ്റെയിൽസിന്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഏതൊക്കെ ലാംഗ്വേജിൽ LSRW, അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് സ്കിൽ സെറ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു ടാബുലേഷൻ കൊടുക്കുകയാണെങ്കിലും അതും വളരെ ഇംപ്രഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ടാബുലേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് കപ്പാസിറ്റി എത്രയുണ്ട്, സ്പീക്കിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, റീഡിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, റൈറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, ഈ ഒരു 4 ഏരിയ നിങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ആ ഒരു CVയിൽ കൃത്യമായിട്ട് ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ചിലർക്ക് തമിഴ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഹിന്ദി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ കുറച്ചുകൂടി കണ്ടന്റ് ക്രിയേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, ഇംഗ്ലീഷിൽ തന്നെ ഈ രീതിയിലുള്ള നമ്മുടെ കമ്പോണൻസ് എത്രയൊക്കെയാണ് എന്നുള്ളത് കൂടെ CV സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ CVയിൽ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വായിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു ഭംഗിയാണ്. ഏറ്റവും അധികം വലിയ ഇംപ്രഷൻ. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതൊരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിലുള്ള അപ്ഡേറ്റഡ് ഫോട്ടോഗ്രാഫ് 1 മന്തിനുള്ളിൽ എടുത്തതാണ് വെക്കേണ്ടത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള കമന്റ് സെക്ഷൻ ഒന്ന് ലൈവ് ആക്കുക. അതുപോലെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് HR റിക്രൂട്ട്മെന്റ് സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ നിങ്ങൾക്ക് താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ CV അയക്കുന്നതിനോട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഹാഫ് സാലറി പോലത്തെ ചാർജസ് ഇല്ലാതെ 1 ഇയറോളം കേരളത്തിലെ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളുടെ വേക്കൻസി അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ സ്മാർട്ട് മൂവ്സിലേക്ക് CV അയക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.